എന്താ എൻ്റെ കേരള സമൂഹമേ, ഈ നേഴ്സിംഗ് പഠനം എന്ന് വരുമ്പോൾ നിങ്ങൾ ഈ സമൂഹം പറ്റിക്കപ്പെടാൻ വേണ്ടി മാത്രം ജനിച്ചവരാണോ? അറിയാൻ വേണ്ടി ചോദിക്കുക. എന്തെല്ലാം ജാഗ്രതാ നിർദ്ദേശങ്ങൾ തന്നു, എന്നിട്ടും പിന്നെ നിങ്ങൾ തട്ടിപ്പിലും വെട്ടിപ്പിലും ചെന്ന് വീഴുവാണ്. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം, നിങ്ങളുടെ മക്കളുടെ ഭാവിയൊക്കെയാണ് നിങ്ങൾ കണ്ണും പൂട്ടി ഇവരെ വിശ്വസിച്ച് കൊണ്ടു കൊടുക്കുന്നത്. ഒന്ന് ഓർക്കുക, അടുത്തൊരു വലിയൊരു തട്ടിപ്പ്. ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു സ്കോളർഷിപ്പോടെയോ നഴ്സിംഗ് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? യെസ്, അതും ഏതെങ്കിലും ഒരു കോളേജ് അല്ല, 1200 മുകളിൽ ബെഡ് കപ്പാസിറ്റി ഉള്ള പ്രീമിയം മെഡിക്കൽ കോളേജുകളിലായിരിക്കും നിങ്ങളുടെ പഠനം. INC, KNC, TNC അപ്രൂവൽസ് ഉള്ള ഏറ്റവും പ്രീമിയം കോളേജിൽ പഠിക്കാം. അതുകൊണ്ട് ഒട്ടും ലേറ്റ് ആക്കണ്ട, സീറ്റുകൾ വളരെ ലിമിറ്റഡ് ആണ്. സൗജന്യമായിട്ട് നഴ്സിംഗ് പഠിക്കാം. എവിടാ? കർണാടകയിലെ പ്രശസ്തമായ ബാംഗ്ലൂരിൽ പ്രവർത്തിച്ചു വരുന്ന കിംസ് മെഡിക്കൽ കോളേജിൽ BSc നഴ്സിംഗ് സൗജന്യമായിട്ട് പഠിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ആ സെന്റ് ജോൺസി നഴ്സിംഗ് പഠിക്കുന്നതിന്റെ വാർത്തയൊക്കെ ഞാൻ ഇട്ടു. അത് കഴിഞ്ഞ് നമ്മുടെ മറുനാടൻ ഷാജൻ ചേട്ടൻ ഇട്ടു. ഷാജൻ ചേട്ടൻ ഒരു കാര്യം പറഞ്ഞു, സെന്റ് ജോൺസ് ഡയറക്ടർ അച്ഛൻ ഇറക്കിയ ആ ഒരു നോട്ടീസ്, ഒരു സർക്കുലർ, അത് പ്രസിദ്ധീകരിക്കാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. എന്തെങ്കിലും ആട്ടെ. അതുകൊണ്ട് പലരും പറയുന്നുണ്ട് നിങ്ങളോട്, നിങ്ങൾക്കിത് കേൾക്കാൻ മേലെ, ഒന്ന് അന്വേഷിക്കാൻ മേലെ. ഒരു ഏജന്റ് നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ എവിടുന്നാ കിട്ടിയത്? ഈ +2 സ്കൂളിലെ അധ്യാപകരുടെ എന്നും പ്രധാന അധ്യാപകരുടെ നിന്മാർ ചോർത്തിയെടുത്താ. വിളിക്കുമ്പോൾ ചോദിക്കേണ്ടേ, നീയും കോളേജും തമ്മിലുള്ള ബന്ധം എന്താണ്? നിന്നെ ഈ കോളേജുകാരൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ അഡ്മിഷൻ കൺസൾട്ടേഷൻ, അഡ്മിഷൻ ക്യാൻവാസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ അതിന്റെ രേഖയൊന്ന് കാണിക്കാൻ പറ. അത് മാത്രം ചെയ്യ്. ഒരു വസ്തു മേടിക്കാൻ പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പരിശോധിക്കും. എന്തു പറഞ്ഞതുപോലെ കുഞ്ഞിന്റെ ഭാവിയല്ലേ, മോടെ ഭാവിയല്ലേ, ഇങ്ങനെ കൊണ്ട് കണ്ണുപടച്ച് ആരെയെങ്കിലും പോയിട്ട് കൊണ്ട് വിടണോ? വിട്ടിട്ട് എന്താണ് സംഭവിക്കുന്നത്? കർണാടകയിലും അല്ല ആന്ധ്രയിലും അല്ല തമിഴ്നാടും ഒക്കെ പോയി മോർച്ചയുടെ മുമ്പിൽ ഇരുന്ന് കരയാം. വിട്ട് കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ, കുറെ നാൾ കഴിയുമ്പോൾ ഫോൺ വരും, കുഞ്ഞ് ആശുപത്രിയില്ല, വേഗം വരാൻ. തന്റെ നല്ല ഓടി ചെല്ലുമ്പോൾ എന്നാ ആത്മഹത്യ ചെയ്തു, പോയി തീർന്നു. ഇതാണ് അങ്ങോട്ട് അയക്കുന്നത്. ഇങ്ങോട്ട് ഡെഡ് ബോഡി ആയിട്ട് വരാൻ വേണ്ടിയാണ് അങ്ങോട്ട് അയക്കുന്നത്. ഒന്ന് പരിശോധിച്ചേ. ഒരു ഏജന്റ് നിങ്ങളെ വിളിച്ച് അഡ്മിഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ അവനോട് ചോദിക്കണം. അവനോട് ചോദിക്കാനുള്ള ആർജവം കാണിക്കണം. അങ്ങനെ വേണം. എടാ, നീ അവരുമായിട്ടുള്ള എന്താ എഗ്രിമെന്റ് ഒന്ന് കാണിച്ചു തന്നെ. നീ ഫോൺ ഓഫ് ചെയ്തിട്ട് പോയി ഞാൻ എന്നാ ചെയ്യും? അത് തന്നെ. ഇവൻ ഫോൺ ഓഫ് ചെയ്തിട്ട് പോയി നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യല, പോയി കരഞ്ഞോണ്ടിരിക്കും. അതുകൊണ്ട് ഒരു കോളേജിന്റെ കാര്യം ഏതെങ്കിലും ഏജന്റ് വിളിച്ചു പറയുമ്പോൾ പരിശോധിക്കണം, രേഖകൾ പരിശോധിക്കണം. ഇല്ലെങ്കിൽ പറയണം, എന്റെ കൊച്ചിനെ പഠിപ്പിക്കാൻ വിടുന്നില്ല. അല്ലാതെ അവൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വിട്ടിട്ട് നിങ്ങളുടെ പണവും കൊച്ചിന്റെ ഭാവിയും അപകടത്തിൽ ആക്കരുത്. ജാഗ്രത പാലിക്കുക. കൂടുതൽ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു തരാം. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ഒക്കെ പറയുക. കൂടുതൽ അപ്ഡേഷനുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.